ഇദ്ദേഹം അബു താഹിർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. രാവിലെ വന്നാണോ? എത്ര കിലോ കിട്ടി? രാവിലെ വന്നിട്ട് ഒരു 6 കിലോ കൊടുത്തു. ഇനിയിപ്പോ ഒരു 3-4 കിലോ കൂടി ഉണ്ട്. അതെ അതെ. ഇവിടെ ആറ്റൂർ വാദ്യമന കണ്ടെന്ന് അറിയപ്പെടല്ലേ ഇവിടെ? അതെ, ആറ്റൂര് ഇവിടെ എല്ലാ വർഷവും ഒരുപാട് 10-25 കിലോ ഒക്കെ ഒരാൾക്ക് വെച്ച് കിട്ടും. മീൻ ഇന്നിപ്പോ ഏറെക്കുറെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോ ഒരു 50 കിലോ മാക്സിമം കിട്ടിയിട്ടുണ്ടല്ലേ? ഗൈസ് ഉണ്ടോ? ഏകദേശം ഒരു ചെറിയ സിഞ്ച് 1 കിലോ 140 ഗ്രാം ഉണ്ട്. എപ്പോൾ എന്താ രാവിലെ എന്താ ഉച്ചയ്ക്ക് വന്നിട്ട് പിടിച്ചാണ് ഒരു 5-8 കിലോ. ഏകദേശം 4 ബ്രാലുണ്ട്. നല്ല വലുപ്പമുള്ള അദ്ദേഹം പിടിച്ച മീനെ നമുക്ക് കാണാം. ഏകദേശം അതാ സഞ്ജു ഉണ്ട്. സഞ്ജുവിൻ്റെ മീൻ കാണിച്ചു തരാം. സഞ്ജു മീനെന്ന് കാണിച്ചോളൂ. കേട്ടോ ഇതിപ്പോൾ ഇപ്പോഴത്തെ രാവിലെ എന്തായിരിക്കും അവസ്ഥ അല്ലേ? 4 കിലോ കൊടുത്തു. എല്ലാവരും ഉണ്ട് കാണാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മളൊരു ട്രാക്ടർ കണ്ടം പൂട്ടുന്നൊരു എപ്പിസോഡിലേക്ക് വരികയാണ്. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് ട്രാക്ടർ കണ്ടം പൂട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം. ഗൈസ്, ആറ്റൂർ മനപ്പടി കണ്ടം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ മനക്കാരുടെ കണ്ടമാണ്. നിറച്ച് മീനായിരിക്കും. കണ്ടില്ലേ? ഒരുപാട് ആളുകളുണ്ട് ഇവിടെ മീൻ പിടിക്കാൻ. ഗൈസ്, ഭയങ്കര മീനാണ്. ഒരുപാട് മീനുണ്ട്. ആളുകൾ മീൻ പിടിച്ച് അവരെ കയ്യൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കിറ്റ് നിറഞ്ഞു, സഞ്ചി നിറഞ്ഞു. ഓരോ ആളുകളും ഒരുപാട് സഞ്ചി നിറച്ച് മീനാണ്. കണ്ടോ? അതവിടെ സഞ്ചി നിറച്ച് മീൻ നിറക്കുന്നുണ്ടോ? ഇവിടെ ഒരു സഞ്ചി നിറച്ച് മീനുണ്ട്. അപ്പുറത്ത് 2-3 സഞ്ചി നിറച്ച് മീനാണ്. ഗൈസ് കണ്ടില്ലേ? ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓരോ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. എനിക്ക് കാര്യമായ സപ്പോർട്ടൊക്കെ കുറവാണ്. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വ്യൂവേഴ്സ് കുറവാണ്, അതുപോലെ തന്നെ ഷെയറിങ് കുറവാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങളെല്ലാം ഹാപ്പി ആക്കാൻ വേണ്ടി വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മീൻ പിടിക്കാന്നല്ലേ? മെസ്സിയൊക്കെയാണ് മീൻ പിടിക്കാൻ ഗൈസ്. എപ്പോൾ എന്താ രാവിലെ എന്താ ഉച്ചയ്ക്ക് വന്നിട്ട് പിടിച്ചാണ് ഒരു 5-8 കിലോ ഉണ്ടാവും അല്ലേ? ഇദ്ദേഹം അബു താഹിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പോണ ആളുടെ പേര്. അത് ഇദ്ദേഹം അബു താഹിർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. രാവിലെ വന്നാണോ? എത്ര കിലോ കിട്ടി? രാവിലെ വന്നിട്ട് ഒരു 6 കിലോ കൊടുത്തു. ഇനിയിപ്പോ ഒരു 3-4 കിലോ കൂടി ഉണ്ട്. അതെ അതെ. ഇവിടെ ആറ്റൂർ വാദ്യമന കണ്ടെന്ന് അറിയപ്പെടല്ലേ ഇവിടെ? അതെ, ആറ്റൂര് ഇവിടെ എല്ലാ വർഷവും ഒരുപാട് 10-25 കിലോ ഒക്കെ ഒരാൾക്ക് വെച്ച് കിട്ടും. മീൻ ഇന്നിപ്പോ ഏറെക്കുറെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോ ഒരു 50 കിലോ മാക്സിമം കിട്ടിയിട്ടുണ്ടല്ലേ? അത്രയും മീനാണ്. ഞങ്ങൾ 4 ആൾ കൂടി പിടിച്ച തന്നെ മൊത്തത്തിലൊരു 10-17 കിലോ ഞങ്ങൾ മാത്രം പിടിച്ചു ഒരുമിച്ച്. പിന്നെ ബാക്കിയുള്ളവർക്ക് അതുപോലെ അങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഒരു ഊഹം വെച്ചു എന്തായാലും ഒരു ചുരുങ്ങിയത് ഇന്നത്തെ ഒരു ദിവസം കിലോന്റെ മേലെ എന്തായാലും ഉണ്ട്. ഏകദേശം ഇപ്പോൾ 1 കിലോന് ഒരു 500 വെച്ച് കൂട്ടുകയാണെങ്കിലും ചുരുങ്ങിയത് ഒരു 10-25 മീൻ ഈ പാടത്ത് പിടിക്കില്ലേ? അതിന്റെ മേലെ പോണ്ടതാണ് പോലെ. ഓക്കെ, ഒരുപാട് കഴിഞ്ഞിട്ടില്ല, പൂട്ടല് കഴിഞ്ഞിട്ടില്ല. ഇനി അവിടെ മീനുള്ള കണ്ടങ്ങളാണ്. അതെ അതെ ഗൈസ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ മീനുകൾ കിട്ടുക. പിന്നെ ഈ കാണുന്നത് അമ്പലക്കുളമാണ്, കുളമാണ് ആ ഭാഗത്തിലെ. 3 കുളമുണ്ട്. അതെ, ആ 3 കുളത്തിലും ഈ മീൻ വരും. ഇറങ്ങുന്ന മീനുകളാണ്. അതെ അതെ. ഏകദേശം ഒരു 10-20,000 ഇവിടെ കച്ചവടം ഈ ഭാഗത്ത് നടക്കുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് പേരുണ്ട് മീൻ പിടിക്കാൻ. ഒരുപാട് ആളുകൾ പാടം നിറഞ്ഞിരിക്കുക. നിങ്ങളെ നിങ്ങൾക്ക് രാവിലെ വന്നിട്ട് മീൻ കിട്ടിയോ? എന്താ ചെയ്ത് വിറ്റൂലേ? എത്ര കിലോ കിട്ടി? 5-6 കിലോ കിട്ടി. കിട്ടിയിട്ട് കുറച്ചുള്ളൂ. അവരൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അതാ സഞ്ജു ഉണ്ട്. സഞ്ജുവിൻ്റെ മീൻ കാണിച്ചു തരാം. സഞ്ജു മീനെന്ന് കാണിച്ചോളൂ. കേട്ടോ, ഇതിപ്പോൾ ഇപ്പോഴത്തെ രാവിലെ എന്തായിരിക്കും അവസ്ഥ അല്ലേ? 4 കിലോ കൊടുത്തു. എല്ലാവരും ഉണ്ട് കാണാം. അപ്പോൾ ഏകദേശം ഇന്നത്തെ മീൻ വേട്ട അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ദിലീപ്, അതുപോലെ തന്നെ നമ്മുടെ താഹിർ, ഇവരൊക്കെ മീൻ ഏകദേശം ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്,
ഹായ് ഹലോ തായർ, നേരത്തെ പറഞ്ഞില്ലേ നീ തള്ളുകയെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ യഥാർത്ഥത്തിൽ ആ മീനൊന്ന് കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. അല്ലേ നേരത്തെ 25 കിലോ കിട്ടിയതൊക്കെ പറയുമ്പോഴേ 25 കിലോ ഒറ്റക്കല്ല, അതെ രാവിലെ മുതൽ കിട്ടി. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിടിച്ചല്ലേ? ഇതിപ്പോൾ ഒരു 2 മണിക്ക് ശേഷം. ഗൈസ് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പിടിച്ച മീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നുണ പറയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ. കണ്ടോളൂ കേട്ടോ, ഒരു വ്യക്തിക്ക് കിട്ടിയ മീൻ. അല്ല ദിലീപും തായറും കൂടിയിട്ടല്ലേ? എന്താണ്ടോ ഏകദേശം ഇത്രയും വലിപ്പമാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ പിടിക്കും. ക്യാമറ എന്താക്കി കണ്ടോ? നോക്കിയേ, ഈ മീനാണ് ഇന്നിപ്പോൾ ഇവർ ഏകദേശം പിടിച്ചിരിക്കുന്നത്. കണ്ടാ ഏകദേശം 5 കിലോ മുകളുണ്ടാവും. ഗൈസ് ഉണ്ടോ ഏകദേശം ഒരു ചെറിയ സിഞ്ച് 1 കിലോ 140 ഗ്രാമുണ്ട്. സഞ്ചി മീൻ പിടിച്ച് പോവാണ്. ഏകദേശം ഒരു 7 കിലോ ഉണ്ടാവും അതിൽ ചുരുങ്ങിയത്. 2 സെഞ്ചിയിലായിട്ട് കുറച്ച് കൂടുതൽ മീനുണ്ട്. ഈ 4 ബ്രാലനുണ്ടാവും ഏകദേശം ഒരു 5 കിലോ. ഗൈസ് ഇതാ വേറൊരു ടീം പിടിച്ചു പോകണം മീനാണ് കാണുന്നത്. അവർ പോവാണ് ഏകദേശം. ഇദ്ദേഹം പിടിച്ച മീൻ നമുക്കൊന്ന് കാണാം. ബ്രാല വരെയുണ്ട്. ബ്രാല വരെയുണ്ടല്ലേ? ഏകദേശം 4 ബ്രാലുണ്ട്. നല്ല വലുപ്പമുള്ള കൂടി മീൻ പിടുത്തം നടത്തി മടങ്ങുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും മീൻ പിടിച്ച് ഇരുട്ടാവണോട് കൂടി മടങ്ങുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.